ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത് ഒരു ഇന്റർനാഷണൽ സ്റ്റാർ ആണ്. ഇദ്ദേഹം എങ്ങനെയുള്ള സ്റ്റാർ ആണെന്ന് വെച്ചാൽ, ഇദ്ദേഹം റിങ്ങിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ ഹൃദയമിടിപ്പ് തന്നെ നിൽക്കും. ഇദ്ദേഹം എങ്ങനെയുള്ള സ്റ്റാർ ആണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇന്ത്യയിലാണെങ്കിലും ശരി വിദേശത്താണെങ്കിലും ശരി ആയിരക്കണക്കിന് ജനങ്ങളായിരിക്കും അവിടെ കൂടുന്നത്. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇന്ത്യയുടെ പേര് ലോകം മുഴുവനും പ്രശസ്തിയാക്കിയിരിക്കുക. ഇപ്പോഴെല്ലാവരും തയ്യാറാകുക. ഞാൻ വിളിക്കാൻ പോകുന്നത് ദി ഗ്രേറ്റ് കലിയെയാണ്. ദി ഗ്രേറ്റ് കലി. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ്, ചോദ്യങ്ങളും കുറ്റങ്ങളും ആരോപിക്കുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ഷീൽ മധുവിന്റെ അനുവാദം ആദ്യം നമുക്ക് ചോദിക്കാം. വിചാരണ തുടങ്ങുവാനുള്ള അനുവാദം തരുന്നു. കലി സാർ, താങ്കളുടെ മേൽ ആദ്യത്തെ കുറ്റാരോപണം ആരോപിക്കുന്നതിന് മുൻപ് താങ്കളുടെ അടുത്തു നിന്ന് ഒരു അഷുറൻസ് ഞാൻ ചോദിച്ചു വാങ്ങുകയാണ്. അതായത്, താങ്കൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം നൽകാവൂ. എൻ്റെ അടുത്ത് വഴക്കിനൊന്നും വരരുത്. അങ്ങനൊന്നും ചെയ്യില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇവിടെ ഒന്നും എടുത്ത് എറിഞ്ഞു പൊട്ടിക്കാൻ പാടില്ല. അങ്ങനൊന്നും നടക്കില്ല. കാരണം ഇവരൊക്കെ ഇന്ത്യക്കാരാണ്, എൻ്റെ ബന്ധുക്കളാണ്. അതുകൊണ്ടാ. അപ്പൊ നമുക്ക് സേഫായിട്ട് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിൽ ആദ്യത്തെ കുറ്റാരോപണം ദി ഗ്രേറ്റ് ഖലിയുടെ മേൽ. ആപ്കി അദാലത്തിൽ ദി ഗ്രേറ്റ് ഖലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ജനങ്ങളെ പേടിപ്പിക്കുന്നു എന്നുള്ളതാണ്. കലി സാർ, താങ്കൾ റിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് ഫൈറ്റ് ചെയ്യുന്നത് കുറവാണ്, പക്ഷേ പേടിപ്പിക്കുന്നതാണ് കൂടുതലും. താങ്കൾ സംസാരിക്കുമ്പോൾ, ബഹളം വെക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയമിടിപ്പ് തന്നെ നിന്നു പോകുന്നു. കാരണം അതെൻ്റെ സ്റ്റൈലാണ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാകും. എൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ്. പിന്നെ മറ്റുള്ളവരെ നോക്കിയാൽ അണ്ടർടേക്കർ കണ്ണുരുട്ടി പേടിപ്പിക്കും. WWE-യിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. വളരെ ഡിഫറൻ്റായ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അവിടെ. ഇവിടെ ഓഡിയൻസിന് മുന്നേ ചെന്ന് ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമോ? താങ്കൾ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തന്നെയാണോ, അതോ വളർന്നതിന് ശേഷമാണോ ഇങ്ങനെ ആയത്? അല്ല, കുട്ടിക്കാലത്തൊന്നും എനിക്കിങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് വെള്ളക്കാരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഇവരെങ്ങനെയാണ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സിനെ സൃഷ്ടിക്കുന്നത്, അതെങ്ങനെയാണെന്ന് ഞാൻ ഇവരിൽ നിന്നും പഠിച്ചത്. അപ്പോൾ കുട്ടിക്കാലം മുതലേ താങ്കളുടെ രൂപം കുറച്ച് വലുതാണല്ലേ? അതെ, എൻ്റെ പ്രായക്കാരിൽ നിന്നും എൻ്റെ ശരീരം കുറച്ച് വലുതായിരുന്നു. പക്ഷേ ഞാൻ കരുതുന്നത് താങ്കൾ മാർക്കറ്റിൽ ഷൂ വാങ്ങാൻ പോകുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടി കാണും അല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ അപ്പോഴാണ് അവരെക്കാളും വലിയ കുട്ടിയാണെന്ന് ഫീൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഷൂവിന്റെ നമ്പർ എത്ര? ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഒന്നും കിട്ടില്ല, വിദേശത്തെ കിട്ടൂ. ഇതിൻ്റെ നമ്പർ 18. അതുപോലെ മറ്റൊരു കാര്യം കൂടി ഞാൻ കേട്ടു, താങ്കൾ ധാരാളം ആഹാരം കഴിക്കും. അതെ അതെ, ധാരാളം സപ്ലിമെന്റ്സ്. അങ്ങനെ എന്താണ് കഴിക്കുന്നത്? എൻ്റെ സപ്ലിമെന്റ്സ് ഒരുപാടുണ്ട്. പിന്നെ ഞാൻ വെജാണ് അധികം കഴിക്കുക. അതായത് പരിപ്പ്, പച്ചക്കറി, ചപ്പാത്തി, ചോറ്. നിൽക്കൂ, ഞാൻ തന്നെ പറയാം. താങ്കൾ പറയാൻ കുറച്ച്. ശരി, നിങ്ങൾ തന്നെ പറയും. ഞാൻ അറിഞ്ഞിടത്തോളം താങ്കൾ 5 ലിറ്റർ പാലാണ് കുടിക്കുന്നത്. അതെ. 3 കിലോ ചിക്കൻ കഴിക്കും, 30 ചപ്പാത്തി കഴിക്കും, പിന്നെ കുറച്ച് 1/2 കിലോ ഡ്രൈ ഫ്രൂട്ട്സും കഴിക്കും. അല്ല, അങ്ങനെയൊന്നും അല്ല.
ഞാൻ നിങ്ങളെക്കാളും അധികം കഴിക്കും, പക്ഷെ അത് അത്ര അധികമല്ല. അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പ്രയാസമാണ്. പക്ഷേ എന്നോടൊന്ന് പറയാമല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് പരിപ്പ്, ചിക്കൻ, പച്ചക്കറി, പരിപ്പ്, പിന്നെ ഫ്രൂട്ട്സ് സപ്ലിമെൻറ്റ്സ് ഞാൻ കഴിക്കാറുണ്ട്. ഇതൊക്കെയാണ് എപ്പോഴും കഴിക്കാറ്. പക്ഷേ നമ്മുടെ ശരീരം ഇത്രത്തോളം വലുതായിരിക്കുമ്പോൾ, നമ്മുടെ ബോഡി ഇത്രത്തോളം വലുതാണെങ്കിൽ, നമ്മുടെ കാല് വലുതായിരിക്കും, നമ്മുടെ ഷോൾഡർ വലുതായിരിക്കും. ഇങ്ങനെയുള്ള ഒരാൾക്ക് വിവാഹ ജീവിതമൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? പെണ്ണ് കിട്ടില്ലല്ലോ. അതായത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് പെൺകുട്ടികൾ എന്നെ കണ്ട് ഇത്ര വലിയ ആളാണെന്ന് കണ്ട് പേടിക്കും. അവർക്ക് എന്നെ കാണുമ്പോൾ വ്യത്യസ്തമായി തോന്നും. അങ്ങനെയാണെങ്കിൽ പെണ്ണ് കിട്ടിയോ? സ്പെഷ്യൽ ഇന്ത്യയിലുണ്ടല്ലോ. അല്ല, ഏതെങ്കിലും സ്പെഷ്യൽ പെണ്ണിനെ കിട്ടിയോ, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണോ പെണ്ണിനെ കിട്ടിയത്? ഇപ്പോ ബുദ്ധിമുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. അത് സ്പെഷ്യലായിട്ടാണെന്ന് വേണം പറയാൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവളുടെ നേച്ചർ അത് എന്നെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. കാരണം എൻ്റെ വൈഫ് വളരെ നല്ലവളാണ്. അവർക്ക് നീളം കുറവാണോ? ഹൈറ്റ് നോക്കിയാൽ അവർ 5.8 ഉണ്ടാകും. താങ്കളുടെ അടുത്ത് ആര് നിന്നാലും ചെറുതായിട്ടേ തോന്നും. എൻ്റെ അടുത്ത് ആര് നിന്നാലും അങ്ങനെ തോന്നും. താങ്കളെക്കുറിച്ച് ന്യൂസ് പേപ്പറിൽ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോൾ ഒരു പാവം പിടിച്ച കുടുംബത്തിൽ ജനിച്ച വ്യക്തി, കല്ല് പൊട്ടിക്കുന്ന ജോലി, ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു. പക്ഷേ അതൊരു വലിയ മിസ്റ്ററിയാണ്. താങ്കൾ എങ്ങനെയാണ് പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോയത്? അതൊരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു പാവപ്പെട്ട കൃഷിക്കാരൻ്റെ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. എനിക്ക് എന്നിൽ തന്നെ, പിന്നെ ദൈവത്തിൽ ഒരുപാട് വിശ്വാസമുണ്ട്. പിന്നെ ഞാനൊരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് അച്ചീവ് ചെയ്തേ അടങ്ങൂ. അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ WWE പോയപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും താങ്കളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഹിമാചൽ പ്രദേശിലുള്ള ഒരു വ്യക്തി ഇത്രയും വലിയ സ്ഥാനത്തിലെത്തിയെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ താങ്കൾക്ക് തന്നെ തോന്നിക്കാണുമല്ലോ, ഇത് എന്റെ ഫൈറ്റാണ്. അങ്ങനൊരു തോന്നൽ താങ്കൾക്ക് എപ്പോഴാണ് ഉണ്ടായത്? എൻ്റെ ഫസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അത് അണ്ടർടേക്കറിൻ്റെ കൂടെയായിരുന്നു. ഞാൻ അണ്ടർടേക്കറെ തോൽപ്പിച്ചതും ഒറ്റ രാത്രി കൊണ്ട് ഞാനത് ലോകം മുഴുവൻ ബ്ലാസ്റ്റായി എന്ന് വേണം പറയാൻ. ഒരു രാത്രി കൊണ്ട് ലോകം മുഴുവൻ എന്നെ അറിഞ്ഞു. അണ്ടർടേക്കറെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം ഡെത്ത് മാൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തെ ശരിക്കും പ്രൊജക്റ്റ് ചെയ്തു. പിന്നെ അദ്ദേഹം കോഫിനിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. എതിരിൽ ആര് നിന്നാലും അവരുടെ കാര്യത്തിൽ തീരുമാനമാവും. താങ്കൾക്ക് മുൻപ് അദ്ദേഹം പലരെയും അടിച്ചു വീഴ്ത്തിയ ആളാണ്. സോ ആ ഫസ്റ്റ് ഫൈറ്റിൽ കലിയുടെ മനസ്സിൽ ഒരു ചെറിയ പേടി? അതെ, എൻ്റെ മനസ്സിൽ പേടിയുണ്ടായിരുന്നു. അതായത് WWEയിലുള്ളവർ, WWEയിൽ ജോലി ചെയ്യുന്നവർ, WWEയിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ടവർ, അവരെല്ലാവരും ഇതേ പറയൂ, WWE ഭയങ്കര അപകടം പിടിച്ചതാണെന്ന്. അത് വളരെ ഭയങ്കരമാണ്, ഡേഞ്ചറാണെന്ന്. അതിലേക്ക് പോകല്ലേ എന്ന് പറയും. അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു ഗെയിമാണ്. അതിനകത്ത് പോയാൽ ഒരുപാട് ഇഞ്ചുറീസ് ഏൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ 2 കാര്യത്തിൽ ഒന്ന് ചൂസ് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ. അതായത് ഒന്ന് ഞാൻ പാവപ്പെട്ടവനായിരിക്കണം, അല്ലെങ്കിൽ WWEയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ തീരുമാനിച്ചു WWEയിലേക്ക് പോകാമെന്ന്. എന്ത് സംഭവിച്ചാലും ശരി. പക്ഷെ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. എങ്ങനെയാണെങ്കിലും ശരി, അദ്ദേഹത്തിനെ അടിച്ചു വീഴ്ത്തണമെന്ന് തീരുമാനിച്ചു. അതെ, തീർച്ചയായും. മറ്റൊരു മിസ്റ്ററിയും ഉണ്ട്. താങ്കൾ അണ്ടർടേക്കറെ അടിച്ചു നല്ല പേര് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ താങ്കളുടെ ഓരോ ഫൈറ്റും കണ്ട് ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അണ്ടർടേക്കറിന്റെ കൂടെയുള്ള താങ്കളുടെ ലാസ്റ്റ് ഫൈറ്റ്, ആ സമയത്ത് WWE കണ്ട എല്ലാവരും താങ്കളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് കരുതി. താങ്കൾ അദ്ദേഹത്തെ നന്നായിട്ട് അടിച്ചു. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ അദ്ദേഹമാണ് ജയിച്ചത്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യം ജയിക്കും, ഒരു പ്രാവശ്യം തോൽക്കും. എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ല. എപ്പോഴും ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. വിജയവും പരാജയവും നമ്മുടെ കയ്യിലല്ല. പരാജയപ്പെട്ടാൽ എതിർത്ത് നിന്നെങ്കിലേ ജയിക്കാൻ പറ്റൂ. ഒരുപക്ഷെ വീട്ടിലിരുന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമുക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ജയിക്കില്ല, നമ്മൾ തോക്കുകയേ ചെയ്യൂ. നമ്മൾ നമ്മുടെ മനോവീര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ അതായത് പാടില്ല. നമ്മുടെ ജോലി എന്താണോ അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ല, കണ്ടവരൊക്കെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അണ്ടർടേക്കറിന്റെ ഒരു ലോക്ക് ഉണ്ടല്ലോ, അത് തകർക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ദി ഗ്രേറ്റ് കലിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ ഇത് ഈ ഗ്രേറ്റ് കലി അതിൽ വിജയിച്ചില്ലല്ലോ. ഞാനതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക.
പക്ഷേ നമ്മൾ എപ്പോഴും വിജയിക്കണമെന്ന് വെച്ചാൽ അത് നടക്കില്ലല്ലോ. ഞാൻ തോറ്റു എന്നുള്ളത് സമ്മതിക്കാം, പക്ഷെ ഞാൻ എത്ര പ്രാവശ്യം തോറ്റുവോ അത്ര പ്രാവശ്യം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 10 പ്രാവശ്യം തോറ്റിട്ടുണ്ടെങ്കിൽ 10 പ്രാവശ്യം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡിയോയിൽ താങ്കളുടെ ഫാൻസ് ധാരാളം പേരുണ്ട്. നമുക്കിപ്പോൾ അവരോട് ചോദിക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇവരെല്ലാവരും താങ്കളുടെ വിജയത്തിൽ സന്തോഷിക്കുന്ന വ്യക്തികളാണ്, തോറ്റുപോയാൽ കരയുന്ന വ്യക്തികളുമാണ്. നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടാണോ തുണി വാങ്ങിക്കുന്നത് അതോ തയ്ക്കുവാണോ? ഞാൻ സ്പെഷ്യലായി എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യും. ഞാൻ ഓർഡർ കൊടുത്താണ് സ്റ്റിച്ച് ചെയ്യിക്കുക. അതായത് മോസ്റ്റ്ലി എനിക്ക് ഡ്രസ്സ് കിട്ടും. അതായത് സ്പെഷ്യൽ അമേരിക്കയിൽ ബ്രിക്ക് ആൻഡ് ടാ സ്റ്റോറിൽ അത് വളരെ വലുതായിരിക്കും. അതെനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് സ്റ്റൈലിഷായിട്ട് സ്റ്റിച്ച് ചെയ്യിക്കും, എൻ്റെ ബോഡിക്ക് ഫിറ്റാവുന്ന പോലെ. ഇതാണോ താങ്കളുടെ സ്റ്റൈൽ? സ്റ്റൈലെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ബോഡിക്കനുസരിച്ച് അതുണ്ടാകും. അമേരിക്കയിൽ ധാരാളം പേർ തടിയന്മാരായിരിക്കും. അവരുടെ ടീഷർട്ട് ഇത്രയ്ക്ക് കാണും. അതും ധരിച്ചുകൊണ്ട് ഞാൻ ഇന്ത്യയിലേക്ക് വന്നാൽ നമ്മുടെ ജനങ്ങൾ ഞാൻ എന്തോ പുതിയ ഫാഷനും കൊണ്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൾച്ചറിൽ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നു. ഫിറ്റാണ് എനിക്കിഷ്ടം. താങ്കളുടെ യഥാർത്ഥ പേര് ദിലീപ് സിംഗ് റാണ എന്നല്ലേ? അതെ. താങ്കളുടെ അച്ഛനും അമ്മയും വെച്ച പേര്. പിന്നെ എങ്ങനെയാണ് കലി എന്നുള്ള പേര് വന്നത്? കലി എന്ന് വെച്ചാൽ അവിടെ എല്ലാവർക്കും ഒരു ക്യാരക്ടറിന്റെ പേര് നൽകും. അതുപോലെ അണ്ടർടേക്കറിന്റെ പേർ മാർക്ക് എന്നാണ്, അതാണ് റിയൽ നെയിം. പിന്നെ ഗെയിനിന്റെ പേര് ഗെൻഡ് എന്നാ. പിന്നെ എൻ്റെ പേര് ദിലീപ് സിംഗ് റാണ, ദ ഗ്രേറ്റ് കലി. ഈ കലി എന്നുള്ള ഐഡിയ എങ്ങനെ കിട്ടി? അത് അവർ തന്നെയാണ് നൽകുക, WWE എന്നും. അല്ല, ഞാൻ അറിഞ്ഞത് താങ്കൾ ജയ് കാളി എന്ന് പറയാറുണ്ട്, അതുകൊണ്ട് കലി എന്ന് പേര് വെച്ചതായിട്ടാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ ഒന്നുമില്ല. അതായത് അങ്ങനെ ഒന്നുമില്ല. കലി, താങ്കളുടെ മേൽ ഇനിയും ധാരാളം കുറ്റങ്ങൾ ആരോപിക്കാനുണ്ട്. താങ്കൾ ഒന്നും വിഷമിക്കേണ്ട, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തീർച്ചയായിട്ടും താങ്കളോട് നല്ല ചോദ്യങ്ങളെ ചോദിക്കൂ. അല്ലല്ല, ചോദിച്ചോളൂ. ഉത്തരം പറയേണ്ടത് എൻ്റെ ജോലിയാണ്. ഒരു പ്രോബ്ലവും ഇല്ല, ചോദിച്ചോളൂ. അപ്പൊ ഞാൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, നിങ്ങൾ ധൈര്യമായി ചോദിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ദി ഗ്രേറ്റ് കലിയോടുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധനായ ദി ഗ്രേറ്റ് കലിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ദി ഗ്രേറ്റ് കലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വയലൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കലി ഇവിടെ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലമല്ലേ? ഇവിടെ അഹിംസയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ താങ്കളുടെ ഷോ കണ്ടതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ പോലും എന്തിന് പരസ്പരം കുത്താൻ തുടങ്ങി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല കാര്യമാണ്. അതായത് ഒരാൾ ഒരു കവിളത്തടിച്ചാൽ മറ്റേയാൾ മറു കവിളത്തടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തേക്കണം. അതാ നല്ലത്. ഇപ്പോഴാരും അടിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കുത്തിയിട്ട് രക്തം എങ്ങനെ വരുന്നെന്നാണ് നോക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഒരാൾക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ അവരുടെ ഫീൽഡിൽ റെസ്ലിംഗ് ചെയ്യണം. അവിടെ ഇടിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ ആരെയും അടിക്കാനല്ല പറയുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് അടി കൊടുക്കേണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. റിങ്ങിന് പുറത്ത് വെച്ച് താങ്കൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇപ്പോഴൊന്നും ആരും അടിച്ചിട്ടില്ല. എന്തെങ്കിലും താങ്കളുടെ കൈയുടെ ചൂടറിഞ്ഞ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഇല്ലല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാനൊരു കാര്യം വായിച്ചിരുന്നു. ബ്രെയിൻ എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കലി ട്രെയിനിങ്ങിന്റെ സമയത്ത് അദ്ദേഹത്തെ ഒരു ഫ്ലാപ്പ് ജാക്ക് അടിച്ചു. അതോടെ അദ്ദേഹം മരിച്ചുപോയി. അതെ, അത് സത്യമാണ്. പക്ഷെ അത് പുറത്തല്ല, റിങ്ങിനകത്തായിരുന്നു. പുറത്തൊരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാം റിങ്ങിനകത്തായിരുന്നു. പിന്നെ കാലിഫോർണിയയിൽ സംഭവിച്ചു, സാൻ ഫ്രാൻസിസ്കോയിലും അങ്ങനെ സംഭവിച്ചു. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. എന്താണ് സംഭവിച്ചത്? അവിടെയും ഇതാണ് സംഭവിച്ചത്. അവിടെ ഒരു സ്പൈൻ ഫാസ്റ്റൻ ചെയ്തതു അദ്ദേഹത്തിൻ്റെ തല താഴെ അടിച്ചു. അതോടെ കഴിഞ്ഞു. അപ്പോൾ താങ്കൾ ശരിക്കും സങ്കടപ്പെട്ടോ? അത് ഖേദകരമായിരുന്നു. ഞാൻ സങ്കടപ്പെട്ടു. പക്ഷെ അത് സ്പോർട്സ് അല്ലേ.
മറ്റുള്ളവർ താങ്കളെ അടിക്കുന്ന സമയത്ത് താങ്കൾക്ക് ശരിക്കും പരിക്ക് പറ്റി കാണുമല്ലോ. അതെ, തീർച്ചയായിട്ടും പരിക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിറയെ പരിക്കുകൾ പറ്റി കാണുമല്ലോ. എനിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തലയില്, കാലില്, പുറകില്, എല്ലാ സ്ഥലത്തും. എല്ലാ റെസ്ലേഴ്സിനും പരിക്ക് പറ്റും. എനിക്കല്ല, എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭാര്യ പറഞ്ഞിട്ടേ അല്ലേ വേണ്ട ഈ പണിക്കൊന്നും പോകണ്ട, ഇതൊക്കെ വിടാൻ, അങ്ങനെയൊന്നും പറഞ്ഞില്ല? അതെ, അവള് ദിവസവും പറയും ഇത് വിട്ടേക്കൂന്ന്, ഈ റെസ്ലിംഗ് വിട്ടേക്കൂന്ന്. അവള് ദിവസവും പറയും ഈ റെസ്ലിംഗ് വേണ്ട, വിട്ടേക്കൂന്ന്. പക്ഷേ ഇത് എൻ്റെ ഇൻട്രസ്റ്റാണ്, റെസ്ലിംഗ് ചെയ്യണമെന്ന്. താങ്കൾ നിർത്താൻ പോകുന്നില്ല? തീർച്ചയായിട്ടും നിർത്തില്ല. ശരി, ഞാനും താങ്കൾ- വിടില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ താങ്കളോട് വയലൻസിനെ കുറിച്ച് സംസാരിച്ചു, ഹിംസയെക്കുറിച്ച് സംസാരിച്ചു, അടി വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചു. ഇതിനെല്ലാം ഉപരി താങ്കൾ റിങ്ങിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ റെസ്ലിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കിസ്സിംഗ് ഒക്കെ വന്നത്? അതായത് എല്ലാവരും എന്നെ എങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ അവരുടെ കണ്ണിൽ കാണും. ഞാൻ താങ്കളെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്ന സമയത്ത് യൂട്യൂബിൽ ഈ കാര്യം കണ്ടു. റെസ്ലിംഗിന്റെ പല വീഡിയോകൾ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കലി കൂടുതലും ചെയ്യുന്നത് കിസ്സിംഗ് ആണ്, അല്ലാതെ റെസ്ലിംഗ് അല്ല. അപ്പോൾ അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതായത് 6 മുതൽ 60 വരെ. ഇതൊക്കെ കാണുമ്പോൾ താങ്കളുടെ വൈഫ് എന്താണ് പറയുന്നത്? ഞാൻ അവളോട് പറയും, വിടുമോളോ ഇതൊക്കെ ഒരു കാര്യമല്ല. അതൊക്കെ വെറും ക്യാമറ ട്രിക്കാണെന്ന് ഞാൻ അവളോട് പറയും. വെറും ക്യാമറ ട്രിക്കാണ്, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് പറയും. അതൊന്നും കെയർ ചെയ്യേണ്ട, വിട്ടേക്കെന്ന് പറയും. താങ്കൾ ഭാര്യയോട് ഇത് ക്യാമറ ട്രിക്ക് ആണെന്ന് പറയുമ്പോൾ അവരതങ്ങ് വിശ്വസിക്കൂ? അതെ, അങ്ങനെ പറയുമ്പോൾ അവളത് വിശ്വസിക്കുന്നു. അവൾ വളരെ നല്ലവളാ. അതുകൊണ്ടാണ് പറയുന്നത് ഷീസ് ദ ബെസ്റ്റ്. എനിക്ക് അവൾ സ്പെഷ്യലാണ്. അല്ല, താങ്കൾക്ക് പേഴ്സണലായിട്ട് ഏതാണ് ഇഷ്ടം? ഈ അടിതടിയാണോ അതോ കിസ്സിംഗ് ആണോ? അതിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങൾ എന്നെ പറയും. ശരി, നിങ്ങൾ പറയും. അവര് രണ്ടും വേണമെന്ന് പറയും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? ഇന്ന് പറയാനുള്ള സന്ദർഭം താങ്കൾക്ക് മാത്രമാണ്. ഞാൻ വെറും ചോദ്യം മാത്രമേ ഉള്ളൂ. ശരി, താങ്കളോടൊപ്പം ചോദിക്കൂ. എപ്പോഴും കുള്ളമായിട്ട് ഒരാൾ കാണുള്ളൂ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? രഞ്ജൻ സിംഗ്. അദ്ദേഹം താങ്കൾ പറയുന്നത് റെസ്ലേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹം വളരെ ഉച്ചത്തിലാണ് പറയുന്നത്, പഞ്ചാബി പ്ലേ ബോയ് എന്ന്. ദി ഗ്രേറ്റ് ഖലി. താങ്കൾ ഒരു പ്രാവശ്യം സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, സ്റ്റേജിലുള്ളവരെല്ലാം ആ സമയത്ത് കിസ് ചെയ്യുകയാണെങ്കിൽ അത് അതായത് നിങ്ങളാണ് പറഞ്ഞത് ഞാൻ പഞ്ചാബി പ്ലേ ബോയ് ആണെന്ന്, എല്ലാവരെയും കിസ് ചെയ്യുന്നു എന്ന്. പിന്നെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് എനിക്ക് പഞ്ചാബി പ്ലേ ബോയ് എന്ന് പേര് വന്നത്. താങ്കൾ എന്താണ് പറഞ്ഞത്? യുവജനങ്ങൾ ഈ ഫൈറ്റ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, അതെ. അതിനോടൊപ്പം ഇതും പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ? അല്ല, അത് ഒരു ഡിഫറൻ്റായ കാര്യമാണ്. അത് നിങ്ങളുടെ വീക്ഷണത്തിനനുസരിച്ചിരിക്കും. എനിക്ക് അവളുമായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പുമില്ല, ഒന്നുമില്ല. എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അല്ല, അവിടെ എന്താണോ ഇത് സംഭവിച്ചത് അതെല്ലാം ഒരേ പറയുകയാണെങ്കിൽ- രീതിയിൽ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ. കലി, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഗ്രേറ്റ് ഖലിയോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. WWE ഫൈറ്റ് നടക്കുന്ന സമയത്ത് അത് റെസ്ലിംഗ് അല്ല, വെറും എന്റർടൈൻമെന്റ് മാത്രമാണ്, വെറും കള്ളത്തരമാണ്. ഒരുപക്ഷേ ആർക്കെങ്കിലും കള്ളത്തരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ റിങ്ങിലേക്ക് വന്ന് എൻ്റെ കൂടെ റെസ്ലിംഗ് ചെയ്യും. പിന്നെ ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദി ഗ്രേറ്റ് ഖലിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ദി ഗ്രേറ്റ് ഖലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്സ് എല്ലാം ഫേക്കാണ് എന്നുള്ളതാണ്. ഖലി, ഈ കാര്യത്തെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ
നമ്മുടെ നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ധാരാ സിംഗും പറഞ്ഞു. ഉം. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് ഈ WWE ഫൈറ്റ് ഒക്കെ അത് റെസ്ലിംഗ് അല്ല, എന്റർടൈൻമെന്റ് ആണ്, വെറും കള്ളത്തരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷെ അത് കള്ളത്തരമായിരുന്നെങ്കിൽ, അത്രയ്ക്ക് ഈസി ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും റിങ്ങിൽ ഒരുപാട് പേരുണ്ടാകുമായിരുന്നല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നോക്കാറുണ്ട്. ഇവിടുന്നും ഒരുപാട് റെസ്ലേഴ്സ് അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഒരുപക്ഷെ ആർക്കെങ്കിലും കള്ളത്തരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ റിങ്ങിലേക്ക് വന്ന് എൻ്റെ കൂടെ റെസ്ലിംഗ് ചെയ്യട്ടെ. പിന്നെ അവർ തന്നെ മനസ്സിലാക്കും ഈ നടക്കുന്നത് ഫേക്കാണോ അല്ല യാഥാർത്ഥ്യമാണോ എന്ന്. പിന്നെ ഞാൻ പറയേണ്ട കാര്യം ഉണ്ടാവില്ല. താങ്കൾ മറ്റുള്ളവരെ എടുത്ത് താഴെ എറിയാറില്ലേ? യഥാർത്ഥത്തിൽ അത് സത്യമാണോ? ആ, സത്യമാണ്. അങ്ങനെ എറിയാണെങ്കിൽ മരിച്ചു പോയില്ലേ? മരിച്ചുപോയില്ലെന്ന് ചോദിച്ചാൽ അതിനാണ് ഞങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത്. അതായത് 9 to 10 years ഞങ്ങൾ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരീരം സ്ട്രോങ് ആയി, മനസ്സും അങ്ങനെ തന്നെ. ഇതങ്ങനെ ഒരു ശീലമാകും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ എടുത്ത് എറിഞ്ഞ് താഴെ വീണതിന് ശേഷം ആ റോപ്പിന്റെ മേളിൽ കയറി അയാളുടെ മേളിലേക്ക് ചാടും. അതുമൊക്കെ സത്യമാണോ? അതെ, സത്യമാണ്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് അടിക്കും. അതെല്ലാം സത്യമാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കില്ല. ജനങ്ങൾ അതൊരിക്കലും വിശ്വസിക്കില്ല. വീണ്ടും അവരെങ്ങനെ എഴുന്നേറ്റ് വന്നു എന്നാണ് അവർ നോക്കുക. മറ്റുള്ളവർ പറയും ഇതൊക്കെ ക്യാമറ ട്രിക്കാണെന്ന്. ഇപ്പോ ഞാൻ നിങ്ങളോടൊന്ന് പറയാം, അവരവരുടെ ഭാര്യമാരോട് പറയല്ലേ ഇതൊക്കെ ക്യാമറ ട്രിക്കാണെന്ന്. അതായത് ഇത് യാഥാർത്ഥ്യമാണ്. ഈ റെസ്ലിംഗ് എന്ന് പറയുന്നത് പൂർണ്ണമായും സത്യമാണ്. തീർച്ചയായിട്ടും പരിക്കുകൾ പറ്റും. അതായത് WWE-യിൽ എത്രമാത്രം പരിക്ക് പറ്റുമെന്ന് ചോദിച്ചാൽ വേറെ ഒരു സ്പോർട്സിലും ഇത്രയ്ക്ക് പരിക്കേൽക്കില്ല. ഏതൊരു സ്പോർട്സ് ആണെങ്കിലും, ഫുട്ബോൾ ആകട്ടെ അല്ലെങ്കിൽ ബോക്സിംഗ് ആകട്ടെ, ഏത് സ്പോർട്ടാണെങ്കിലും ശരി, ഞങ്ങൾക്ക് മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഒരുപാട് പരിക്കുകൾ പറ്റും. ഒരുപക്ഷെ കള്ളത്തരമാണെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കുക? ചില പ്രാവശ്യമൊക്കെ റഫറി അടിക്കാറുണ്ട്. അതും സത്യമാണോ? അതെ, അതും സത്യമാണ്. നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ സത്യമാണ്. റിങ്ങിന് പുറത്തുപോയി അടിക്കാറുണ്ട്. അതും സത്യം തന്നെയാണോ? അതും സത്യമാണ്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നുമില്ലേ? ആരെ വേണമെങ്കിലും അടിക്കാവോ? പറയുകയാണെങ്കിൽ റൂൾസ് എന്ന് പറഞ്ഞു ഒന്നുമില്ല. അതെ, നിങ്ങൾ എന്തൊക്കെ കാണുന്നു അതൊക്കെ റിയൽ ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവരവർക്ക് തോന്നുന്ന പോലെ അവരവരുണ്ടാക്കും. ചില സമയങ്ങളിൽ ആരെങ്കിലും അടിക്കാൻ വേണ്ടി കസേര വരെ എടുത്തോണ്ട് വരും. അതെ അതെ, അതൊക്കെ റിയലാണ്. അതൊക്കെ സത്യമാണ്. കസേര കൊണ്ട് അടിക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള റൂൾസ് ഒന്നുമില്ലേ? ഇല്ല, അതുകൊണ്ടാണ് ഇതിന് WWE എന്ന് പേര് വെച്ച. ഇവിടെ എല്ലാം റിയൽ തന്നെ. ഞാൻ കേട്ടത് ആ മാറ്റിന്റെ അടിയിൽ, അതിന്റെ അടിയിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ധാരാളം ബെഡുകൾ കാണും. പിന്നെ അതിന്റെ അടിയിൽ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി സ്പ്രിങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ നിങ്ങളോട് തെളിച്ചു പറയാം. അതായത് താഴെ ഒരു സ്റ്റീൽ ബീം ഉണ്ടാകും. പിന്നെ അതിനു മുകളിൽ എന്താ പറയാന്ന് വെച്ചാൽ അതിന് ഒരു പ്ലാങ്ക് ഉണ്ടാകും. ഒരു വുഡൻ പ്ലാങ്ക് ഉണ്ടാകും. അതിന് കുറച്ച് വണ്ണം ഉണ്ടാകും. കാരണം അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴ്ന്നു പോകും. അതിനടിയിൽ സ്പ്രിങ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് താഴ്ന്നു പോയേനെ. പിന്നെ അത് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യും, വളരെ സ്ട്രോങ് ആയിട്ട്. പിന്നെ അതിനകത്ത് സ്പ്രിങ് ഉണ്ടാകും എന്നത് നിങ്ങളുടെ സങ്കല്പമാണ്. അത് ഇത്ര ഉയരത്തിലുണ്ടാവുമല്ല, അതായത് 4 അടി ഹൈറ്റിലുണ്ടാകും. അതിൽ വലിയ വലിയ വുഡൻ പ്ലാങ്ങുകളൊക്കെ ഉണ്ടാകും. അതിനു മുകളിൽ ഫോം പാഡിംഗ് ഉണ്ടാകും. അതിനു മുകളിൽ ക്യാൻവാസ് കവർ ഉണ്ടാകും. അതായത് ഒരുപക്ഷെ അവിടെ സ്പ്രിങ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മൈക്കുണ്ട്, ഒരുപാട് ശബ്ദം കേൾക്കും. അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ ഉള്ളതാകെ വുഡ്, പിന്നെ സ്റ്റീൽ റാഡ്. ഓരോ 2 അടിയിലും ഓരോ സ്റ്റീം ബീം ഉണ്ടാകും. പിന്നെ ചിലരുടെ മുഖത്തു നിന്നൊക്കെ രക്തം വരുമല്ലോ, അതൊക്കെ സത്യമാണോ? അതും സത്യമാണ്. ഞാൻ അറിഞ്ഞത് അതൊരു ക്യാപ്സ്യൂളാണ്. ഒരു അമേരിക്കൻ ചാനൽ ലോസ് ഏഞ്ചൽസിൽ അവർ പറയുന്നത് റഫറി അത് കൊടുക്കുന്ന സമയത്ത് അവരതെടുത്ത് പോക്കറ്റ് വെച്ചിട്ട് പിന്നെ എടുത്ത് മുഖത്തും ഒക്കെ തേച്ച് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടു. അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ജനങ്ങളുടെ സങ്കല്പങ്ങളാ. ക്യാപ്സ്യൂളെ കൊണ്ടെന്ന് ജനങ്ങൾ പറയുന്നത് വെറും കള്ളമാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ക്യാപ്സ്യൂൾസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ക്യാപ്സ്യൂൾ ഞങ്ങൾ തലയിലേക്ക് ഇടുമായിരുന്നു. അവിടെയാണെങ്കിൽ 25,000 ജനങ്ങൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇത് കള്ളമാണെങ്കിൽ അവരൊക്കെ എഴുന്നേറ്റ് പോവില്ലേ? എല്ലാവരും ചോദിക്കില്ല ഞങ്ങൾ വിഡ്ഢികളാക്കുകയാണോ എന്ന്. ഡിസ്റ്റൻസ് ഇത്രയേ ഉണ്ടാവും. ഒരു 3 അടി 4 അടി അകലത്തിൽ ഓഡിയൻസ് ഇരിക്കുന്നുണ്ടാകും. അവിടെ ഒരാളോ 2 ആളോ അല്ല, ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടാകും. ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേനെ.
താങ്കൾ പറഞ്ഞു വരുന്നത് അതായത് ഇതേ നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വെറുതെയാണ്, കള്ളമാണ്. ജനങ്ങൾ പറയുന്ന പോലെ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ വെറും നുണയാണ്. ഞങ്ങളുടെ ഗെയിമിൽ ആ ക്യാപ്സ്യൂളിന് ഒരു ഉപയോഗവുമില്ല. പറഞ്ഞു വരുന്നത് WWE നടക്കത്തില്ല, മറ്റെവിടെയെങ്കിലും. ഒരുപക്ഷെ അത് വേറെ എവിടെയെങ്കിലും സംഭവിക്കാം, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ ക്യാപ്സ്യൂൾ എവിടെയെങ്കിലും ഉണ്ടാവാം, അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ അറിവിൽ ആ ക്യാപ്സ്യൂളിന് ഇവിടെ യാതൊരു ഉപയോഗവുമില്ല. ഞാനിപ്പോൾ താങ്കളെ ആ ക്യാപ്സ്യൂൾ കാണിക്കാം. ഞങ്ങളത് ജർമ്മനിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. അതെ, ആ ക്യാപ്സ്യൂളിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്താൽ മതി. കാണാൻ അത് ബ്ലഡ് പോലെ തന്നെ ഉണ്ടാകും. ഓക്കെ റിയൽ സാർ, ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങളും ആ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാൻ തുടങ്ങാം. പിന്നെ ഞങ്ങൾക്ക് അടി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഈ ഷോ കഴിഞ്ഞാൽ ആ ക്യാപ്സ്യൂൾ നിങ്ങൾ എനിക്ക് തരൂ, അതെനിക്ക് ഉപയോഗപ്പെടും. ഞങ്ങൾ ഇനി അടി കൊള്ളില്ല. അത് ആ ക്യാപ്സ്യൂൾ എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്യാപ്സ്യൂൾ ആ, ഉണ്ട്. കാണിക്കൂ. ഓ, ഇത് എനിക്ക് തന്നേക്ക്, ഇത് എനിക്ക് ഉപയോഗപ്പെടും. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. ഇത് എനിക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വരൂ. യൂസ് ആവില്ല, എനിക്ക് തന്നേക്കൂ. അതെ, ഈ ക്യാപ്സ്യൂൾ നിങ്ങൾ എനിക്ക് അല്ല, ഞാൻ തന്നേക്കൂ. കാണിക്കാം, ഒരു പക്ഷേ താങ്കൾക്ക് യൂസ് ആകും. ഇത് എനിക്ക് തന്നേക്കൂ, കാരണം ഇത് ഉപയോഗിച്ച അടി വാങ്ങണ്ടല്ലോ. ഈ രക്തം കണ്ടാൽ അവർ പേടിക്കും. ഇതിൽ കുറച്ച് വെള്ളം പെട്ടാൽ തന്നെ ഇതാ കണ്ടില്ലേ, ഇത് രക്തമായിട്ട് മാറും. ഉം. ഓ, ഇതാണോ ആ കണ്ടില്ലേ? ക്യാപ്സ്യൂൾ? ഞാനിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഓ, അപ്പൊ എനിക്കിത് ഉപയോഗപ്പെടില്ലെന്ന് തോന്നുന്നു. സിനിമയിൽ ഉപയോഗിച്ചാൽ ഇത് നന്നായിരിക്കും. അത് ഞാൻ പറയുന്നത് സത്യമല്ലേ? കാരണം ഇത് തമാശയല്ല, സത്യമല്ലേ? സിനിമയിൽ മേക്കപ്പിന് ഇത് വളരെ പ്രയോജനപ്പെടും, അവിടെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ചുറ്റും ആയിരക്കണക്കിന് കാണികളുണ്ടാകും. സോ ഞങ്ങൾ ഇതുപോലുള്ള ഒന്നും ഉപയോഗിക്കില്ല. നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഗെയിമിൽ ബില്യൺ ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരുപക്ഷെ ഈ ക്യാപ്സ്യൂളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗ്രേറ്റ് കലിക്കും അണ്ടർടേക്കറിനും അവിടെ എന്താ പണിയുള്ളത് പറയൂ? ശരി, ഞങ്ങളിപ്പോൾ സമ്മതിക്കുകയാണ് താങ്കളുടെ ശരീരത്തിൽ നിന്ന് വന്നത് തീർച്ചയായും. യഥാർത്ഥ രക്തം തന്നെയാണെന്ന്. തീർച്ചയായിട്ടും എന്റേതും റിയൽ ബ്ലഡാണ്, മറ്റുള്ളവരുടേതും റിയൽ ബ്ലഡ് തന്നെയാണ്. പിന്നെ താങ്കളുടെ ഫൈറ്റും ഞാൻ കണ്ടിട്ടുണ്ട്. താങ്കൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുത്തും. ആ, അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതായത് ഞാൻ 10 മാച്ച് തോറ്റാൽ 10 മാച്ച് വീണ്ടും വിജയിക്കും. ഞാൻ എല്ലാത്തിലും തോക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓഡിയൻസിൽ ആരെങ്കിലും ഇദ്ദേഹത്തിന്റെ ഫൈറ്റ്സിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു? സർ, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഫൈറ്റ് നടന്നിരുന്നു. അതിൽ നിങ്ങളുടെ ഫൈറ്റ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടാണ് ആ ഫൈറ്റിൽ നിങ്ങൾ തോറ്റുപോയത്. അങ്ങനെ ഏതെങ്കിലും ഫൈറ്റ് നടന്നിട്ടുണ്ടോ സർ? അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊന്നും ഇപ്പോൾ ഇല്ല. ഞങ്ങൾ ഒരു വർഷത്തിൽ 300-ലധികം ഫൈറ്റുകൾ ചെയ്യും. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ഫൈറ്റും ഓർമ്മയിലുണ്ടാവില്ല. അല്ല, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുവന്നു? ആക്ച്വലി എനിക്ക് പ്രോപ്പറായിട്ട് ഇംഗ്ലീഷ് അറിയുമെന്ന് ഞാൻ പറയില്ല. അതേസമയം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നും പറയാൻ പറ്റില്ല. എൻ്റെ മാനേജർ ഒരാളുണ്ട്, രഞ്ജിത്ത് സിംഗ്. അദ്ദേഹം ബേസിക്കലി ഒരു റൈറ്ററാണ് WWEയിൽ. പിന്നെ അദ്ദേഹം അവിടെയാണ് ജനിച്ചത്, US-ൽ. സോ WWEയിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ അദ്ദേഹം നല്ല പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ ക്ലീനായിട്ട്. അദ്ദേഹം ഒരിക്കൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജനങ്ങൾക്കത് മനസ്സിലാകും. ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്ന ഹിന്ദി പോലും പലർക്കും അറിയില്ല, എൻ്റെ ഹിന്ദി തന്നെ പലർക്കും അറിയില്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. നിങ്ങൾ മാംഗോ ക്യാരക്ടേഴ്സ് കണ്ടു കാണും. അദ്ദേഹം ഒരു ഊമയാണെന്നുള്ളതല്ലല്ലോ അതിനർത്ഥം. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് പറയാം. എല്ലാം ക്യാരക്ടറിനനുസരിച്ച് സംഭവിക്കും. അല്ല, എനിക്കൊരു പേടിയുണ്ടായിരുന്നു താങ്കൾക്ക് ആപ്കി അദാലത്തിൽ ശരിക്കും സംസാരിക്കാൻ പറ്റുമോ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, താങ്കൾ വളരെ നന്നായിട്ട് സംസാരിച്ചു, വ്യക്തമായിട്ട് സംസാരിച്ചു. താങ്ക് യു. പിന്നെ താങ്കൾ ഇത്രത്തോളം സംസാരിച്ചതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ നടക്കുന്ന ഫൈറ്റിൽ താങ്കൾക്കൊരു സ്ക്രിപ്റ്റ് തരുമെന്ന് പറയുന്നു. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ ക്യാമറയിൽ എന്ത് കാണുന്നു അതൊക്കെ റിയലാണ്. അടി കിട്ടുന്നതും ബ്ലഡ് വരുന്നതും എല്ലാം റിയലാണ്. പിന്നെ താങ്കൾക്ക് ലഭിക്കുന്ന ഡോളർ, നോട്ട്, ഇതെല്ലാം യഥാർത്ഥമാണോ? ഓബിയസ്ലി. കളി താങ്കൾ വളരെ വ്യക്തമായിട്ട്, വളരെ സത്യസന്ധമായിട്ട് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കലിയുടെ മേലുള്ള ചോദ്യങ്ങളും അതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവും തുടരുന്നതായിരിക്കും.
ജപ്പാൻ ടൈംസ് അനുസരിച്ച് കലിയുടെ ചെസ്റ്റ്, കലിയുടെ ഷോൾഡർ, കലിയുടെ കൈകൾ ഇതെല്ലാം അസുഖം ബാധിച്ചിരിക്കുന്നെന്നാണ് പറയുന്നത്. ഇതിന് ഞാൻ എന്തുത്തരം പറയും? ഞാൻ ഇവിടെയല്ല ഉള്ളത്. എനിക്ക് നല്ല ആരോഗ്യമില്ലേ? എന്റെ ബൈസെപ്സ് കണ്ടില്ലേ? ആപ്കി അദാലത്തിൽ നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദി ഗ്രേറ്റ് കലിയോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ദി ഗ്രേറ്റ് കലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ദേശത്തിന്റെ റെഗുലേഷൻസ് തകർത്തു എന്നുള്ളതാണ്. താങ്കൾ റിങ്ങിൽ മറ്റുള്ളവരുടെ എല്ല് നുറുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരാടെ തല പൊട്ടിച്ചു. ഇപ്പോ പഞ്ചാബ് പോലീസ് എന്താ പറയുന്നതെന്ന് വെച്ചാ താങ്കൾ റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തെന്നാണ്. താങ്കളെ സസ്പെൻഡ് ചെയ്തതായിട്ട് ന്യൂസ് പേപ്പറിലും വായിച്ചിരുന്നു. നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ്. ഞാനും പേപ്പറിൽ വായിച്ചു, പക്ഷെ ഇതുവരെ ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഞാനതിൽ ജോയിൻ ചെയ്തത് സ്പോർട്സ് കോട്ടയിൽ മാത്രമാണ്. സ്പോർട്സ് കോട്ടയിലാണ് ചേർന്നത്. ഞാനിത് സ്പോർട്സിനു വേണ്ടി മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പഞ്ചാബ് പോലീസിന്റെ പേര് ഉയർത്തിപ്പിടിക്കുന്നു. തുടക്കത്തിൽ ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്തു. അതിലെന്റെ ബെസ്റ്റ് ഞാൻ നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ റെസ്ലിംഗ് ചെയ്യുന്നു. ഇപ്പം ഞാൻ പഞ്ചാബ് പോലീസിന്റെ പേര് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അത് തീർച്ചയാണ്. പഞ്ചാബ് പോലീസിനോട് ഞാൻ 5 വർഷം ലീവിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 വർഷം ലീവുണ്ട്, വിത്തൗട്ട് പേയിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന്. ഞാൻ അവർക്ക് 5 വർഷം വിത്തൗട്ട് പേ എന്ന് ലെറ്റർ എഴുതിയിട്ടുണ്ട്. താങ്കൾ പെർമിഷൻ ചോദിച്ചിരുന്നു? ഞാൻ പെർമിഷൻ ലെറ്റർ 2-3 പ്രാവശ്യം അയച്ചിരുന്നു. നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം, കലി ഇവിടേക്ക് തിരിച്ചു വരണോ അതോ അമേരിക്കയിൽ തന്നെ നിന്ന് റെസ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കണോ? കലി, ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും താങ്കൾ റെസ്ലിംഗ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ ഇവർക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചാബ് പോലീസിനോട് താങ്കൾക്ക് ലീവ് നൽകാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു. ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ഇവിടെയുള്ള റൂൾസ് എന്തെങ്കിലും ബ്രേക്ക് ചെയ്തിരിക്കാം, പക്ഷേ ഞാൻ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല, ആരിൽ നിന്നും ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ഇങ്ങനെയുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തോ അത് രാജ്യത്തിന് വേണ്ടി ചെയ്തു. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇന്ത്യയിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ലേ? ഇല്ല, ഞാൻ തിരിച്ചു വരില്ല എന്നൊന്നും പറയില്ല. അവിടെ പോയിട്ട് 9 to 10 years ആയി. പക്ഷെ ഞാൻ ഇന്ത്യയെക്കുറിച്ച് പറയാത്ത ഒരു ദിവസമില്ല, ഇന്ത്യയെ പുകഴ്ത്താത്ത ഒരു ദിവസം പോലുമില്ല. എന്റെ മനസ്സെല്ലാം ഇന്ത്യയിലാണുള്ളത്. കലി, ജപ്പാനിലെ ഒരു ന്യൂസ് പേപ്പറാണ് ഇത്. ജപ്പാൻ ടൈംസ് ആണ്. ഈ ന്യൂസ് താങ്കൾ വായിച്ചോന്ന് എനിക്കറിയില്ല. ഇതിലെഴുതിയിരിക്കുന്നത് കലി അസുഖബാധിതനാണ്. അതിലെഴുതിയിരിക്കുന്നത് കലിയുടെ ചെസ്റ്റ്, കലിയുടെ ഷോൾഡർ, കലിയുടെ കൈകൾ ഇതെല്ലാം ഏതോ ഒരു അസുഖത്തിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ ഇതിന് ഞാൻ എന്തുത്തരം പറയും? ഞാൻ ഇവിടെയല്ല ഉള്ളത്. എനിക്ക് നല്ല ആരോഗ്യമില്ലേ? എന്റെ ബൈസെപ്സ് കണ്ടില്ലേ? അങ്ങനെ അതൊന്നുമില്ല. കാരണം ജപ്പാൻ പറയുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, വേറെ ആരെങ്കിലും എന്തു പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുവരെ ഞാൻ ആരോഗ്യത്തോടെ തന്നെയിരിക്കും. ഇങ്ങനെ തന്നെയിരിക്കും. ഞാൻ റെസ്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് ശേഷവും ചെയ്യും, മറ്റുള്ളവരെയും പഠിപ്പിക്കും. കലി, താങ്കളോട് ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, പല കുറ്റങ്ങളും ആരോപിച്ചു, പക്ഷെ താങ്കൾ എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകി. ഇപ്പോൾ ഒരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി ഹരിയാന പോലീസിലെ IG ആയ ഷെയ്ഖ് മധൂറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ദി ഗ്രേറ്റ് കലിയോടാണ്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ ബോഡിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ ബാല്യത്തിനെക്കുറിച്ച്. കലി സാറിനോട് നമ്മൾ അദ്ദേഹത്തിന്റെ ഫൈറ്റിനെ കുറിച്ച് ചോദിച്ചു, അത് സത്യമാണോ അതോ കള്ളമാണോ എന്ന്. നമ്മൾ അദ്ദേഹത്തിന്റെ മേൽ മറ്റൊരു കുറ്റവും ആരോപിച്ചു, അദ്ദേഹത്തിന്റെ ഫൈറ്റ് കാരണം നാട്ടിൽ വയലൻസ് കൂടുകയാണെന്ന്. നമ്മൾ കലിയോട് പഞ്ചാബ് പോലീസിലുള്ള അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റിനെ കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ സമയമായിരിക്കാണ് ഇന്നത്തെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്കിപ്പോൾ ചോദിക്കാം. ശ്രീ ദിലീപ് സിംഗ് റാണ ഉർഫ് കലി, അതായത്
നിങ്ങളുടെ നേരെ എന്തൊക്കെ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടോ അതിനൊക്കെ വളരെ ബുദ്ധിപരമായി ആത്മാർത്ഥതയുള്ള മനസ്സോടുകൂടി നല്ല മറുപടികൾ തന്നെ നിങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരെ ഈ നീതിപീഠത്തിൽ എന്തൊക്കെ കുറ്റാരോപണങ്ങൾ ഉന്നയിച്ചുവോ അതിൽ നിന്നെല്ലാം ഈ നീതിപീഠം നിങ്ങളെ വിമുക്തനാക്കുകയാണ്. ഒപ്പം അതിൻ്റെ കൂടെ നിങ്ങൾ റിങ്ങിൽ എങ്ങനെയൊക്കെ നിന്ന് നിങ്ങളുടെ 2 കൈയും പൊക്കി എത്രമാത്രം ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുമോ അതേപോലെ തന്നെ ഇവിടെ ഒരു തവണ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കണം. One more. കലി എങ്ങനെ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയോ അതുപോലെ WWE-യിൽ അദ്ദേഹം റെസ്ലിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും, ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കും, ജനങ്ങളുടെ മനസ്സ് തീർച്ചയായും കീഴടക്കും. ഇന്നത്തെ ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.